ഒരു വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കഷായം നമ്മൾ സ്വയം പാചകം ചെയ്ത് കഴിക്കുന്നതാണ് ഉത്തമം. ഈ കഷായം എപ്രകാരം പാകം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ എസ് അലോചനൈനി, അമ്പാട്ട് വൈദ്യൻസ് ആയുർവേദ. ഇന്നിവിടെ നമ്മൾ പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വില്വാജമോചാതി എന്ന കഷായമാണ്. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും വയറു സംബന്ധമായ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. വില്വാജമോച ഘനനാഗര ധാന്യഗോഗ്ര പൂതീക വാളക ഷഠീ ദഹനൈശ്രതാഭ ത്രിശൂലവാൻ പരിവിവേത് അഥവാ വിശുദ്ധ്യം കൈഢര്യസിദ്ധം സലിലം ശരപുങ്കജംബ. ഈ കഷായത്തിലെ മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വില്യം കൂവളത്തിന്മേര്, അജമോദം അയമോദകം, ഘനം മുത്തങ്ങാക്കിഴങ്ങ്, നാഗരം ചുക്ക്, ധാന്യകം കൊത്തമ്മാലരി, ഉഗ്ര വയമ്പ്, പൂതീകം ഉങ്ങിൻതൊലി, വാളകം ഇരുവേലി, ഷടി കച്ചോലക്കിഴങ്ങ്, ദഹനൈ കൊടുവേലിക്കിഴങ്ങ്, കൈഢര്യം കറിവേപ്പിലയിട്ട്, ചരപുങ്ങച്ച കൊഴുപ്പവേര്. ഈ മരുന്നുകൾ നമുക്ക് ഓരോന്നും 10 ഗ്രാം വീതം എടുക്കാം. ഈ മരുന്നുകൾ എല്ലാം നമുക്ക് നന്നായി ചതച്ചെടുക്കേണ്ടതാണ്. ഇപ്രകാരം മരുന്നുകളൊക്കെ ചതച്ചതിന് ശേഷം ഇനി കൊടിവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്യണം. അതിൻ്റെ ദുർവീര്യം കളയുന്നതിന് വേണ്ടിയിട്ടാണ് ശുദ്ധി ചെയ്യുന്നത്. കൊടിവേലിക്കിഴങ്ങ് ചതച്ച് നാര് മാറ്റി മോരിലിട്ട് ശുദ്ധി ചെയ്യണം. അതിനുശേഷം വെള്ളത്തിൽ കഴുകിയെടുക്കണം. കിഴങ്ങ് മുങ്ങിക്കിഴക്കാൻ പാകത്തിന് പിഴിക്കണം. കൊടിവേലിക്കിഴങ്ങിൻ്റെ കറ കയ്യിൽ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്, ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം. ഇതിൽ നമ്മൾ 2.5 ലിറ്റർ വെള്ളം ഒഴിക്കണം. 2.5 ലിറ്റർ വെള്ളത്തിൽ ചതച്ച് വെച്ചിരിക്കുന്ന മരുന്നുകൾ അടുപ്പത്ത് ഇടണം. വെള്ളം ചൂടാകുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന മരുന്നും ശുദ്ധി ചെയ്ത കൊടുവേലിക്കിഴങ്ങും ചേർക്കണം. 2.5 ലിറ്റർ വെള്ളത്തിൽ വെന്ത് 360 മില്ലിയാക്കി വറ്റിച്ച് അരിച്ചെടുത്ത് 90 മില്ലി കഷായം ഗ്ലാസ്സിലേക്ക് അരിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.